Hare Krishna 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 Hare 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 Rama 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare Krishnaya Vasudevaya Devaki Nandanaya Cha Nandagopakumaraya Govindaya Namo Namaha Shruti Smriti Purananamayam Garunalayam Namami Bhagavalpada Shankaram Loka Shankaram. ഭഗവാന്റെ അവതാര കൃത്യങ്ങൾ പ്രധാനമായിട്ടുള്ളതൊക്കെ തീർന്നു. അപ്പോഴാണ് ദേവന്മാർ വന്ന് പ്രാർത്ഥിച്ചത്. ഭഗവാനെ അവതരിച്ച് 125 വർഷമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അവിടുന്ന് ഈ രൂപം മറയ്ക്കണം, വൈകുണ്ഠമൂർത്തിയായിട്ട് തീരണം, അങ്ങനെ ഉപാസിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ശരി അങ്ങനെ ആവാം, ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഇത് വച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, കുറച്ച് കാര്യം ബാക്കിയുണ്ട് ചെയ്യാൻ, നിങ്ങളൊക്കെ പൊക്കോളൂ എന്ന് പറയും. അത് കഴിഞ്ഞാണ് യാദവന്മാരെല്ലാവരും വിളിച്ച് പറഞ്ഞു, നമ്മൾ തന്നെ വരുത്തി വച്ച വലിയ ഒരു ശാപമുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതിന് ശിക്ഷ, അതിനെയാണ് ശാപം എന്ന് പറയാം. എല്ലാ ദിക്കിലും ഒരു ശാപം കാണും. രണ്ടാമത് ശാപം കിട്ടിയ ചരിത്രം ഉണ്ടാവില്ല എങ്ങും. കാരണം ശിക്ഷ വേണ്ട പോലെ ആയാൽ ആ തെറ്റ് പിന്നെ വീണ്ടും ആവർത്തിക്കില്ല. അപ്പോൾ ഋഷിമാർ ചെയ്യുമ്പോൾ അത് വേണ്ട പോലെയാവും. ഒരു ശാപമോക്ഷവും വർണ്ണിക്കും. ശാപം കിട്ടുന്നതിന് മുമ്പ് അവർ ഏതൊരു നിലയിലിരുന്നോ അതിനേക്കാൾ വളരെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവും. ഋഷിമാരെ പരിഹസിക്കാൻ നോക്കി, അപ്പോൾ അവരുടെ ശാപവും വരുത്തി വച്ചു. കൃഷ്ണനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചു. ഭഗവാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, നമ്മൾ തന്നെ ഋഷിമാരെ അപമാനിച്ച് സജ്ജനങ്ങളെ അപമാനിച്ചൊരു വിഷമം വരുത്തി വച്ചില്ലേ, ഇതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാൻ നോക്കാം. സൽക്കർമ്മങ്ങളെ കൊണ്ട് ശക്തി കുറയ്ക്കാൻ പറ്റും ആപത്തുകളുടെ എന്നും പറഞ്ഞ് ഉദാഹരണമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. എല്ലാവരും പോയി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുക വേണ്ടത്. ഭഗവാൻ എങ്ങനൊരു തെറ്റ് പറ്റി ക്ഷമിക്കണം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. അത് പറയാനല്ല തോന്നിയത് അവർക്ക്, ഭഗവാനെ വിട്ട് പോയാൽ മതിയെന്ന് തോന്നി. എല്ലാവരും പോയി ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ടും വാഹനത്തിലൊക്കെ കയറിക്കൊണ്ടാണ് പോണേ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം അവശേഷിച്ചു. അതാണ് ഉദ്ധവർ. ഉദ്ധവർക്ക് 5 വയസ്സിൽ തുടങ്ങിയതാണ് കൃഷ്ണഭക്തി. പ്രാതൽ കഴിക്കാനായിട്ട് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ്, ഇത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞു. അപ്പോൾ എത്രയും ഭക്തി ഉണ്ടാവും. അതിങ്ങനെ വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. ഏതാനും ദിവസമായിട്ട് ഒരാളായിട്ട് പരിചയപ്പെട്ട ഒരു സൗഹൃദം വന്നാൽ ഒരു 3-4 ദിവസത്തെ പരിചയമുണ്ടെങ്കിൽ തന്നെ വിട്ടു പോകുമ്പോൾ കണ്ണിലൊക്കെ കണ്ണുനീര് നിറയും. അപ്പോൾ ഇത്രയും കാലത്തെ പരിചയം എന്നും ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭക്തന് ഭഗവാൻ പരമസുഹൃത്തെ തന്നെ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ വല്ലാതെ വിഷമമുണ്ടാവും. അങ്ങനെയാണ് പാദത്തിൽ നമസ്കരിച്ചതും എല്ലാം. ഭഗവാൻ പറഞ്ഞു, എന്നിൽ മനസ്സ് വെച്ചോളൂ, അപ്പോൾ ഞാൻ രൂപം എടുത്താലും മറച്ചാലും ഒക്കെ വിഷമമില്ല, അങ്ങക്ക് എല്ലാ ദിക്കിലും എന്നെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാണ് അവിടെ ഉപദേശം ആരംഭിച്ചത്. അങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം അപേക്ഷിച്ച് എങ്ങനെ ശരണം പ്രാപിക്കും? എല്ലാവരിലുള്ള സ്നേഹം ഭഗവാനെ അവിടുന്ന് തന്നെയല്ലേ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ ഉപദേശിച്ചു കൊടുത്തു. എല്ലാവർക്കും പറ്റും. പണ്ട് ദത്താത്രേയ മഹർഷിയുടെ ഉപദേശം കേട്ട് പരമവിരക്തനായി എന്നിൽ മാത്രം മനസ്സ് വച്ച് എല്ലാ ദിക്കിലും
എന്നെ കാണേണ്ടായിട്ടുണ്ട് യദുമഹാരാജാവ്. അവർ തമ്മിലുണ്ടായ സംഭാഷണം കേൾപ്പിക്കാം. അപ്പോൾ അങ്ങയ്ക്കും എന്നെ എല്ലാ ദിക്കിലും കാണാനായിട്ട് പറ്റും. മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃക് വിചരസ്വഗാം. അതൊക്കെ അവിടെ പറഞ്ഞ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എത്ര കാലം ഭഗവാനെ ഭജിക്കണം, എത്ര കാലം കർമ്മം ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ വിഷയങ്ങളിൽ ആസക്തി, രജോ തമോ ഗുണങ്ങൾ ഇല്ലാതായാൽ പിന്നെ കർമ്മം ചെയ്യാൻ പറ്റില്ല. രജസ്സാണ് കർമ്മം ചെയ്യിക്കുന്നത്. രജഃ കർമ്മ, ആ രജസ്സാണ് കർമ്മം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് അതില്ലാതായാൽ തന്നെ വിട്ടുപൊക്കോളും, കർമ്മങ്ങളിൽ ആസക്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ മറുപടി പറഞ്ഞു. അപ്പോഴാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത് പറഞ്ഞ് ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ, ഈ ശരീരധർമ്മങ്ങളൊക്കെ തൻ്റെ എന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിക്കുന്ന അവിവേകികൾ അവരാണ് ബദ്ധന്മാർ. ശരീരമുണ്ടാവണോ, നിലനിൽക്കണോ, ഇല്ലാതാവണോ, ആത്മചൈതന്യത്തിന് ഒരു മാറ്റമില്ല എന്ന് മനസ്സിലാക്കി അതിൽ മനസ്സുറപ്പിച്ച ആളുകളാണ് മുക്തന്മാർ, അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടിയ ആളുകൾ എന്നൊക്കെ അവിടെ പറഞ്ഞ് കേൾപ്പിച്ചു. ഈ അവസ്ഥയൊക്കെ എങ്ങനെ ആയിത്തീർന്ന മനുഷ്യന്? ഇതൊക്കെ സത്സംഗം കൊണ്ടാണ്. സജ്ജനങ്ങളെ കാണാൻ കഴിഞ്ഞാൽ മതി എന്നാണ്. സദാം പ്രസംഗാൽ, സജ്ജനങ്ങളെ ലോകത്തെ അനുഗ്രഹിക്കാനാണ് സഞ്ചരിക്കുന്നത്. വസന്തവൽ ലോകഹിതം ചരന്ത, അങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ. അവരടുത്ത് ആര് ചെന്നാലും അവർക്ക് വേണ്ട ഉപദേശം കൊടുത്ത് അവർ ദുഃഖമില്ലാതാക്കി തീർക്കും. ഇതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. ചിലപ്പോൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കും, ചിലപ്പോൾ ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കും. ഇങ്ങനെ പല തരത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്സംഗത്തിന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. സത്സംഗം കൊണ്ട് ആരെങ്കിലും ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എത്രയോ ആളുകളുണ്ട്. അത് ഇന്ന തരത്തിൽ നിന്നല്ല, രാക്ഷസന്മാർ, അസുരന്മാർ, ദേവന്മാർ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും അങ്ങനെ സത്സംഗം കൊണ്ട് ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പല ഉദാഹരണം അവിടെ പറഞ്ഞ് കേൾപ്പിച്ചു. പ്രഹ്ലാദൻ അസുരനാണെങ്കിലും അമ്മയുടെ ഗർഭത്തിലിരുന്ന് ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം, ഇതൊക്കെ കേട്ട് പഠിച്ചു. അസുരനാണെങ്കിലും ദേവന്മാർക്ക് പോലും മാന്യനായിട്ട് തീർന്നു. അതാണ് അവർ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ആ സത്സംഗം കൊണ്ട് എത്രയാ ഉയർന്ന പദവിയിൽ എത്ര ആളുകളാണ് എത്തിച്ചേർന്നേക്കുന്നത് എന്ന് പറയും. വാൽമീകിയുടെ ചരിത്രമുണ്ടല്ലോ അധ്യാത്മരാമായണത്തിൽ. ഒരു കൊള്ളക്കാരനായിട്ട് സഞ്ചരിച്ചേർന്ന ആളാണ്. സപ്തഋഷികളെ കാണാനായിട്ട് കഴിഞ്ഞു. തൻ്റെ അടുക്ക വന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് വിചാരിച്ചപ്പം എന്തെങ്കിലും മന്ത്രം പറഞ്ഞു കൊടുക്കണം. പക്ഷേ മന്ത്രം ജപിക്കാനുള്ള ഒരു പാകത വന്നിട്ടില്ല മനസ്സിന്. അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്തു? മാ രാ എന്ന് പറഞ്ഞോളാം. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അങ്ങനെ ജപിച്ച് രാമ 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 എന്നായി മാറി. ഇതാണ് വിപരീതമായിട്ട് വിപരീത അക്ഷരത്തിൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ എവിടെ എത്തി? കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരാളായി. എത്രയോ കാലം ഗുരുകുലത്തിൽ താമസിച്ച് വേദങ്ങൾ ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചോ? ഒന്നും ഉണ്ടായില്ല. ഈ രണ്ടക്ഷരം അജ്ഞാനമാകുന്ന ആ മറ തിരശീല അങ്ങോട്ട് മാറിയാൽ ജ്ഞാനം പ്രകാശിക്കുകയായി. ഗുരുനാഥൻ ചെയ്യുന്നത് അതാ. എത്ര കാലം ചിലപ്പോൾ ഗുരുവിൻ്റെ അടുക്കൽ താമസിച്ചാലും ഒന്നും അറിയാൻ കഴിയില്ല. ഗുരു അത് മാറ്റിക്കൊടുക്കില്ല, അതിന് പാകത വന്നിട്ടില്ല. ഗുരുവിന് ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ ഉപദേശിച്ച് പഠിപ്പിക്കുന്നു വേണ്ട, മനസ്സിലൊന്ന് തോന്നിയാൽ മതി, ഇവന് അറിവുണ്ടാവട്ടെ
നല്ല പാകത വന്നിട്ടുണ്ട്, ഇവന് ജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് ഒന്ന് തോന്നിയാൽ മതി, ആ നിമിഷ നേരം കൊണ്ട് എല്ലാ അജ്ഞാനവും ഇല്ലാതാവും. എത്ര കാലമായിട്ട് ഇരുട്ട് ഉള്ള മുറിയാണെങ്കിലും ഒരു ദീപം കൊണ്ടുവന്നാൽ മതി, ആ നിമിഷ നേരം കൊണ്ട് ഇരുട്ടെല്ലാം പോയി. ഇതുപോലെ ഗുരോരനുഗ്രഹേണ ഇവ, ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം വേണത്തുള്ളൂ. ഗുകാരസ്ത്വന്ധകാരസ്യാത് രുകാരസ്തന്നിരോധക അന്ധകാര നിരോധിത്വാൽ ഗുരുരിത്യഭിധീയത്തെ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ ഇതാണ് ഗുരു. ഗൃണാതി ഇതി ഗുരുഹു എന്നും പറയാം. വേണ്ട ഉപദേശം കൊടുക്കുന്ന ആൾ. ഉപദേശങ്ങളെ കൊണ്ട് അജ്ഞാനമില്ലാതാക്കാം, സങ്കല്പം കൊണ്ട് അജ്ഞാനമില്ലാതാക്കാം. അവരൊക്കെയാണ് ഗുരുക്കന്മാരെന്ന് പറയാം. അതല്ലേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആരാ ഗുരുവല്ലാത്തത് ഈ ലോകത്തിലെന്നാണ്. അപ്പോൾ അതാണ് കുറേ ഗുരുക്കന്മാരെയൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചുല്ലോ. പലരും എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ അതിനെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞാണ് എല്ലാ അനവധി തരത്തിലുള്ള ഗുരുക്കന്മാരെയൊക്കെ സ്വീകരിച്ചു. ആചാര്യ സർവചേഷ്ടാസു ലോക ഏവ ഹി ധീമതാഹ. ബുദ്ധിമാനായിട്ടുള്ള ആൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ വല്ല ഗുരുവാണെന്നാണ്, വലിയൊരു ഗുരുവാണ്. ഓരോന്നും നോക്കിക്കണ്ട് അത് മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം മാത്രം. ഒരാൾക്ക് വായിക്കാൻ അറിയാത്തവർക്കൊരു വലിയ ഗ്രന്ഥം കൊടുത്തിട്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല. എന്നാൽ നല്ല അറിവുള്ളവർക്ക് നല്ല ഗ്രന്ഥം കൊടുത്താൽ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഈ പ്രകൃതിയെ നോക്കിക്കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം, അതിനുള്ള കഴിവ് വേണം. എന്നാൽ എല്ലാം അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഉപദേശിച്ചു. അങ്ങനെയാണ് ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം. ഇത് കഴിഞ്ഞാണ് വിഷയങ്ങളിലൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നല്ലോ, മനസ്സ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണമല്ലോ, എങ്ങനെ വേർതിരിക്കാമെന്നാണ്. അപ്പോൾ പറഞ്ഞു, വിഷയങ്ങളൊന്നും മനസ്സിലേക്ക് കയറി വരുന്നില്ല. കാരണം മനസ്സ് സൂക്ഷ്മ. വലിയ വലിയ വൃക്ഷങ്ങളും പർവ്വതങ്ങളൊക്കെ കയറി വരും ഈ സൂക്ഷ്മമായിട്ടുള്ള മനസ്സിലേക്ക്. മനസ്സ് അതിലേക്ക് പോകുകയാണ് വിഷയങ്ങളിലേക്ക് എന്നുള്ളത്. എന്നാൽ അതിനെ എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ലല്ലോ അതിനെ പിന്തിരിപ്പിക്കാൻ വിഷയങ്ങളിൽ നിന്ന്. വെറുതെ ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കിയാൽ പോരാ, അതിനൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോകണം. രജസ് തമസ്സാണ് വിഷയങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്നത് മനസ്സിനെ. അതിനെ ഇല്ലാതാക്കണം, അതിൻ്റെ ശക്തി കുറയ്ക്കണം. അതിനെന്താ വഴി? ഇരുട്ടിനെ ഇല്ലാതാക്കാൻ വെളിച്ചം ഉപയോഗിക്കുന്ന പോലെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക. സത്വഗുണം, രജോഗുണം, തമോ ഗുണം, 3 ഗുണങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിൽ സത്വഗുണങ്ങളെ കൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുക, സാത്വികമായിട്ടുള്ള ഉപാസന ചെയ്യുക. സാത്വിക ഉപാസന ചെയ്യുമ്പോൾ, സാത്വികമായിട്ടുള്ള വിചാരം ചെയ്യുമ്പോൾ രജോഗുണ തമോ ഗുണങ്ങൾക്ക് ശക്തിയില്ലാതാവും, അല്പമായിട്ട് തീരും, അവർക്ക് പ്രഭാവമൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ സത്വഗുണം വർദ്ധിപ്പിച്ച് രജോഗുണ തമോ ഗുണങ്ങളെ ഇല്ലാതാക്കിയാൽ പിന്നെ എങ്ങും മനസ്സ് പോവില്ല. അങ്ങനെയാണ് അതിനെ വേർതിരിക്കുക, തിരിച്ച് മനസ്സാക്കുക. യോഗാഹ ചിത്തവൃത്തി നിരോധം. ഇങ്ങനെയാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഞാനൊരു ഹംസമായിട്ട് ചെന്ന് ഉപദേശിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അതൊക്കെ നമ്മൾ കേട്ടു. അപ്പോഴാണ് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ആദ്യം തന്നെ, ഞാനീ രൂപം മറച്ചു കഴിഞ്ഞാലും ഈ ശാസ്ത്രതത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം. അതുകൊണ്ട് അങ്ങ് തന്നെ ഇവിടെ നിൽക്കണം. ഇവിടെ അതിന് നിൽക്കണ്ട, അളകനന്ദാ തീരത്ത് പോയി അവിടെ ഇരുന്നോളൂ, വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജ്ഞാന കർമ്മ ഭക്തി യോഗം 3 ത്രികാണ്ഡസാരം എന്ന് പറയും. മഹാഭാരതത്തിലെ ഒരു പ്രധാന ഭാഗമാണല്ലോ ഭഗവത്ഗീത. അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ച് ഒരു 18 അധ്യായങ്ങൾ, 6 അധ്യായങ്ങളെ കൊണ്ട് കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ജ്ഞാനകാണ്ഡവും പറഞ്ഞു കൊടുത്തു. ഇവിടെ കൂടുതൽ അധ്യായങ്ങളുണ്ട്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ ഭഗവത്ഗീതയ്ക്കുള്ള സ്ഥാനമാണ് ഇവിടെ ഭഗവതുദ്ധവ സംവാദത്തിൽ. ആദ്യം ഒന്ന് ചുരുക്കി പറഞ്ഞു, അപ്പോഴാണ് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞേ.
പ്രോച്യോദ്ധവായ ച പരം സമകാൽ സ്വധാമ. അവസാനമായപ്പോൾ ബാക്കിയെല്ലാം ചെയ്ത് ഈ ലോകത്തിനുള്ള വലിയ ഭഗവാന്റെ ആ വലിയ സന്ദേശമുണ്ടല്ലോ, അത് ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് ബ്രഹ്മാദി ദേവന്മാർ നോക്കി നിൽക്കെ അവരെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഈ രൂപം മറച്ചത് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അതൊന്ന് വിസ്തരിച്ച് കേൾക്കണം. അപ്പോഴാണ് 23 അധ്യായങ്ങളിലായിട്ട് അതെല്ലാം അവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് പലരും പലതും പറയണ്ടല്ലോ, നമ്മൾ ഏത് സ്വീകരിക്കണം. ഒരാൾ പറയണു, ഒരു വലിയ ആചാര്യൻ പറയണു തീർത്ഥയാത്ര നടത്തിക്കോളൂ എന്ന്, വേറൊരാൾ പറയണു ധ്യാനിച്ചോളൂ എന്ന്, മറ്റൊരാൾ ജപിച്ചോളാൻ പറയണം, മറ്റൊരാൾ പൂജ ചെയ്യാനായിട്ട് പറയണം. ഇങ്ങനെ പലതും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് സംശയമാവില്ലേ? പല ആചാര്യന്മാർ വലിയ വലിയ ആൾക്കാർ പറയുമ്പോൾ പല തരത്തിൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് സംശയമാവില്ലേ? എന്താ അങ്ങനെ, അതിലേത് സ്വീകരിക്കണം, ഭഗവാൻ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എല്ലാവരും പറയുന്നത് ശരിയാണ്, എല്ലാവരും എൻ്റെ മായയിൽപ്പെട്ട ആളുകളാണ്. അവർ എന്നിലേക്കുള്ള മാർഗ്ഗം പറഞ്ഞു തരണേ. ലക്ഷ്യം ഒന്ന്, ഏതിലേ വന്നാൽ നദികൾ ഏതൊക്കെ ഒഴിയാലും അവസാനം ചെന്നത് സമുദ്രാന്തായി വാപഗാഹ, എല്ലാ നദികളും എത്തിച്ചേരുന്നത് സമുദ്രത്തിൽ. ഇതുപോലെ പലതായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ പലതായിട്ട് പറയാൻ കാരണം, ഓരോ ആചാര്യൻ്റെയും മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാർ ഓരോ തരത്തിലുള്ള ആളുകളാണ്. അത് വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്ക് അത് ഓരോരുത്തർക്കും ഓരോ വാസനകളുണ്ടാവും. പൂർവജന്മത്തിൻ്റെ യജ്ഞം ചെയ്യാൻ വാസന, എന്തെങ്കിലും വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യണം, കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ യജ്ഞം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അവരോട് കർമ്മം ചെയ്യാൻ തന്നെ പറയണം. എന്താണ് അവരുടെ അഭിരുചി, ഏതിലാണ് എന്ന് നോക്കിയിട്ട് അവരത് ചെയ്യാൻ പറയാം. അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നാരായണായേതി സമർപ്പയേത്തത് എന്ന് ഭാഗവത്തിൽ ഏകാശം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, നാരായണായേതി സമർപ്പയേത്തത് കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ. എന്തുണ്ടെങ്കിലും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറയാം. അപ്പോൾ തീർത്ഥയാത്രയും സഫലമായിട്ട് തീരും, മറ്റ് യജ്ഞങ്ങളും സഫലമായിട്ട് തീരും. യജ്ഞോ വൈ വിഷ്ണു, വേദത്തിലൊരു വാക്യമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണു എന്നതിനർത്ഥം. യജ്ഞോ യജ്ഞപതിര്യജ്വ, എത്ര യജ്ഞശബ്ദ, ഇതൊക്കെ ഭഗവാനെ ബന്ധിക്കുന്നതാണ്. അതാണ് അതിന് കാരണം. യജ്ഞോ വൈ വിഷ്ണു എന്നുള്ള ഒരു വാക്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ സഹസ്രനാമത്തിലെ ഓരോ നാമം വേദസാരമാണ്, വേദത്തിൽ പറഞ്ഞ താല്പര്യത്തെ. ചിലപ്പോൾ ആ ശബ്ദം തന്നെ ഉണ്ടാവും, എത്രയോ ദിക്കിലുണ്ട് വിഷ്ണു ശബ്ദം. അപ്പോൾ അതൊക്കെ യജ്ഞശബ്ദം എത്രയോ ദിക്കിലുണ്ട്. ഇതൊക്കെ ഈ വേദത്തിൻ്റെ സാരമാണ്. അതാണ് സഹസ്രനാമൊക്കെ വേദസാരം എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിയോടുകൂടി യജ്ഞം ചെയ്താൽ അവർക്കും ഭക്തി ഉണ്ടാവും, ഭഗവാനിൽ മനസ്സ് വയ്ക്കാറാവും. ആദ്യമൊക്കെ ചിലപ്പോൾ സ്വർഗം കിട്ടണം എന്നൊക്കെ ആണെങ്കിലും ആ സ്വർഗകാമോ ഏതാന്നുള്ളതിൽ സ്വർഗകാമ എന്നുള്ളത്, സ്വർഗം എന്നുള്ളതിൻ്റെ അർത്ഥമൊക്കെ ഭഗവാൻ പിന്നീട് പറയും. മനസ്സിൽ സത്വഗുണം വർദ്ധിച്ച് നല്ല ശാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇതിനാണ് സ്വർഗം എന്ന് പറയുക. നരകം എന്ന് പറഞ്ഞാൽ നരകാഹ തമ ഉന്നാഹ, തമോ ഗുണം അധികമായിട്ട് വർദ്ധിച്ചു വന്ന് ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാതെ വല്ലാതെ വേണ്ടാത്ത വിചാരം ചെയ്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് നരകം എന്ന പേര്. അത്രൈവ നരകസ്വർഗ ഇതി മാത പ്രചക്ഷത്. കപിലമൂർത്തി പറയണു, അമ്മേ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെയാണ് വ്യക്തമാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ബോധം വരും. സ്വർഗകാമോ ചെയ്താന്നുള്ളത് വേദത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു താല്പര്യം അവർക്കുണ്ടാവാൻ വേണ്ടി ഓരോ ഉദാഹരണമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. ഫലം എന്ത്, പ്രയോജനം അനുദ്ദിശ്യ നമന്തോപി പ്രവർത്തതേ. എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതിൻ്റെ എന്ത് കിട്ടും, എന്താണ് അതിൻ്റെ ഫലം എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് അപ്പോൾ അതൊക്കെ അത് ബോധം വരും പിന്നീട്. ഒന്നിൽ ആഗ്രഹിക്കേണ്ട, അത് അർത്ഥവാദമാണ്. ത്രേധ അർത്ഥവാദകതയ, 3 തരത്തിലെ അർത്ഥവാദമുണ്ട്, അതിൽ പെട്ടതാണ് എന്ന് ബോധം വന്ന് യജേത എന്ന് മാത്രം എടുക്കും.
സ്വർഗകാമാഹ എന്നുള്ളത് അങ്ങോട്ട് ഉപേക്ഷിക്കാറാവണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും എത്തിച്ചേരുന്നത് ഒരു ദിക്കിലാണ്. മാർഗങ്ങൾ പലത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഋഷിമാർ പറയണതൊന്നും അസത്യമില്ല, എല്ലാത്തിനും പ്രാധാന്യമുണ്ട് എന്നൊക്കെ തൻ്റെ അടുക്ക വന്നവരെ അനുഗ്രഹിക്കാനാണ് അവർ പറയണത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മറ്റ് സിദ്ധികളൊക്കെ പറയണ്ടല്ലോ. പലതരത്തിലുള്ള ആകാശഗമനം ചെയ്യുക, ജലത്തിൽ മുങ്ങിക്കിടക്കുക എത്രയോ കാലം വേണമെങ്കിൽ, ശരീരം ഭാരമേറിയതാക്കുക, ഭാരമില്ലാതാക്കുക, ഇങ്ങനെയൊക്കെ പലത്തെ സിദ്ധികളുണ്ടോ, അതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഭഗവാനെ അതൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ തടസ്സങ്ങളാണ്, കാലതാമസം വരും, വിളംബാവഹം ആണെന്ന്. ഒരു ലക്ഷ്യത്തിലൊരു ദിക്കിലേക്ക് പോകുമ്പോൾ വഴിയിലൊക്കെ പല പല കാഴ്ചകളും നോക്കി നിന്നാലോ നമ്മൾ വേണ്ട സമയത്ത് ലക്ഷ്യത്തിലെത്തില്ല. ചിലപ്പോൾ അവിടെ തന്നെ താമസിച്ച് ഒരു കാലത്തും ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തില്ല, വഴി തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഭക്തി മാത്രം മതി. ഭക്തിയാവുമ്പോൾ എന്താ പ്രത്യേകം, ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ചാലോ വഴി തെറ്റില്ല. ധാവൻ നിമീല്യവാ നേത്രേ നസ്ഖലേന്ന പതേദിഹ. അതാണ് കണ്ണടച്ചറിഞ്ഞാലും ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. മറ്റെന്ത് ചെയ്താലും അതിലൊക്കെ ചില തെറ്റുകളൊക്കെ വരാം. ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച ആൾക്ക്, ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും അധപ്പതനം വരില്ല എന്നാണ്. വലിയ രാജമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് വഴിയിൽ തട്ടിത്തടഞ്ഞ് വീഴോ എന്ന് പേടിക്കാനില്ല എന്നാണ്. അതാണ് ആ ഭക്തി മാർഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഭക്തന്മാർക്ക് മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യൽ, ത്രിഭുവനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട, വേറെ ഒന്നും വേണ്ട, അവർക്ക് ഞാൻ മാത്രം മതി. അവരെന്നെ ത്വമേവ ശരണം മമ എന്ന് ശരണം പ്രാപിച്ച ആൾക്കാർ, മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതൊക്കെ വളരെ കാലതാമസം ഉണ്ടാക്കും എന്നെ അറിയാനും. എന്നെ ഭഗവാൻ പറഞ്ഞു, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമഭിസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ വളരെ കുറച്ച് ആളുകളാണ് ഭഗവാനെ അറിയണം, ഭഗവത്പാദത്തിലെത്തണം എന്നൊക്കെ ചിന്തിക്കുക. ഭഗവത്പാദത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള തത്വം അറിയാം, അജ്ഞാനം പോയി ആ മുക്തി നേടുക, മോചനം, അജ്ഞാനത്തിൽ നിന്ന് മോചനം. ഇതാണ്. ഇത് കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള ആൾക്കാരിൽ വച്ച് ഒരാളോ രണ്ടാളോ മാത്രമാണ് എൻ്റെ അടുക്കെത്തണം, എന്നെക്കുറിച്ച് മനസ്സിലാക്കണത്, ആത്മതത്വത്തെ മനസ്സിലാക്കുന്നതെന്നാണ്. മറ്റവർക്ക് എന്ത് പറ്റി? കുറേ ആൾക്കാർ പുറപ്പെട്ടില്ലേ, അവർ ഈ ഓരോ സിദ്ധികളിൽ ഭ്രമിച്ച് ഓരോ വഴിക്ക് പോയി. അതുകൊണ്ടാണ് അവർക്ക് കാലതാമസം വരുന്നത് എന്നെ പ്രാപിക്കാൻ. എത്രയോ ജന്മങ്ങൾ പോലും അവർക്ക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ സിദ്ധികളിലൊന്നും ഏകാന്ത ഭക്തന്മാർക്ക് താല്പര്യമുണ്ടാവില്ല. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിവ് കിട്ടിയെന്ന് വെച്ചാൽ സിദ്ധനാന്ന് പറയാൻ പറ്റില്ല. സമുദ്രമധ്യത്തിൽ അവിടെ തന്നെ ജനിച്ച്, അവിടെ തന്നെ വളർന്ന്, അവിടെ തന്നെ ജീവിതം കളയണ എത്രയോ ജീവജാലങ്ങളുണ്ട് വെള്ളത്തിലുള്ള. അവരൊക്കെ ആരെങ്കിലും സിദ്ധന്മാരെന്ന് പറയില്ല. പക്ഷികൾ ആകാശത്തിൽ സഞ്ചരിക്കുന്നു, അവരെ സിദ്ധന്മാരായിട്ട് കണ്ട് വന്ദിക്കാറില്ല. അപ്പം അതുകൊണ്ട് ഇതിലൊന്നും ഏകാന്ത ഭക്തന്മാർക്ക് താല്പര്യമുണ്ടാവില്ല. അതൊന്നും അവർക്ക് ആത്യന്തിക സുഖം തരുന്നതല്ല എന്ന് അതവിടെ പറഞ്ഞു കൊടുത്തു. ഭഗവാനെ സാധാരണക്കാർക്ക് എങ്ങനെ അവിടുത്തെ കാണാം? അതിനാണ് വിഭൂതി യോഗം. എവിടെ ഒരു തേജസ് കാണുന്നുണ്ടോ അത് ഞാനാണെന്ന് മനസ്സിലാക്കിക്കോളും. ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഉണ്മയായിട്ട് നിൽക്കുന്നത്, അതിൻ്റെ നിലനിൽപ്പ് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എവിടെ എത്ര നോക്കുന്നുവോ അത്രയും കാണാനായിട്ട് പറ്റും. കുറെ കഴിയുമ്പോൾ അത് മാത്രമേ സത്യമുള്ളൂ. ജഗന്മിഥ്യ എന്നാണ്, ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാനായിട്ട് പറ്റും എന്നത് പറഞ്ഞു കൊടുത്തു. ഗീത ഉപദേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ പറയാമെന്ന് പറഞ്ഞാണ് ഭഗവാൻ ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലെ വിഭൂതി യോഗം വർണ്ണിക്കുന്നുണ്ട്. അതുപോലെയൊക്കെ വർണ്ണിച്ചു കൊടുത്തു. പിന്നെയാണ് ഭഗവാൻ ഇത്രയും കേട്ടപ്പോൾ ഭക്തി ഉണ്ടാവലാണ് പരമപുരുഷാർത്ഥം
ശരിയായിട്ടുള്ള അത് ഭഗവാനെ ആ ഭക്തി ഉണ്ടാവലാണെന്ന് ബോധം വന്നു. അപ്പോൾ അതിന് ഉള്ള വഴി പറഞ്ഞൊരു അതാണ് വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വർണ്ണാശ്രമധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ ഭക്തി ഉണ്ടാവും, ഭഗവാനിൽ മനസ്സ് വയ്ക്കാൻ പറ്റും. ഏതാണ് മിഥ്യ ഏതാണ് സത്യം എന്നുള്ള ബോധം മനുഷ്യനുണ്ടാവും എന്ന് പറഞ്ഞ് 2 അധ്യായങ്ങളിൽ വർണ്ണാശ്രമധർമ്മങ്ങൾ ആ ഭക്തി നേടലാണ് ആ സാധ്യം. ഭക്തിരിഹി സാധ്യതേ. മറ്റെല്ലാ കർമ്മങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ ഭക്തിയാണ് സാധ്യമായിട്ടുള്ളത്, നേടേണ്ടത് എന്ന് പറയും. ഭക്തിരിഹി സാധ്യതേ. ദാനവ്രത തപോ ഹോമ ജപ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഭക്തി ഉണ്ടാവലാണ്. അതുണ്ടായവർക്ക് മറ്റൊന്നിലും താല്പര്യമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കുറേ ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എത്ര സംശയിക്കാനുണ്ടോയെന്ന് തോന്നും. ഉദ്ധവരെന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ബുദ്ധിമാനാണ്, സർവശാസ്ത്രങ്ങളും അറിയുന്ന ആളാണ്. എങ്കിലും ഭഗവാൻ പറയണതാണല്ലോ, നമുക്ക് വാക്കുകളിലേക്ക് അർത്ഥം വലിയ നിഘണ്ടു നോക്കിയാൽ മതി, അറിയാൻ പറ്റും. പക്ഷേ നിഘണ്ടുവിൽ ഒരു വാക്കിന് 10 അർത്ഥം ഉണ്ടെങ്കിൽ 10ഉം കൊടുത്തുണ്ടാവും. ആ ഒരു സന്ദർഭത്തിൽ, പ്രത്യേക സന്ദർഭത്തിൽ എന്താ അർത്ഥം എന്നറിയാൻ അത് പറഞ്ഞു തരാൻ ഒരു ഗുരുനാഥന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഓരോ വാക്കിനും എന്താണ് അർത്ഥം എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ ഭഗവാൻ ഉത്തരം പറയും. അവിടെ ചോദിക്കണു, ആരാണ് ധനവാൻ, ആരാണ് ദരിദ്രൻ എന്നൊക്കെ ചോദിച്ചു. ഇതിപ്പോൾ ഭഗവാന്റെ അടുക്ക് അങ്ങനെ ചോദിക്കണോ ഉദ്ധവരൊക്കെ? ഇതൊക്കെ നമുക്ക് പോലും അറിയില്ലോ എന്നൊക്കെ തോന്നും. ഭഗവാന്റെ നിർവചനം കേൾക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ച് വെച്ച അർത്ഥമല്ല അതിന് വിശേഷ അർത്ഥമെന്ന് മനസ്സിലാവും. അതിൽ പരമായിട്ടുള്ള ഒരർത്ഥമില്ല എന്നും മനസ്സിലാവും. ആത്യന്തികമായിട്ട് അതിനർത്ഥം അതാണ്. ദരിദ്രനാര് എന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിന് വകയില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കിടക്കാൻ ഇടമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരാളെ എവിടെയെങ്കിലും ഇങ്ങനെ ആളാണെന്ന് പറയാം നമ്മൾ ഉത്തരം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു, ദരിദ്രോയസ്ത്വസന്തുഷ്ട. കിട്ടിയതിൽ തൃപ്തി വരാത്തവൻ ഇവിടെയാണ് ദരിദ്രൻ. 100 കിട്ടണം എന്ന ആഗ്രഹം വെച്ചു. കാലക്രമത്തിൽ ഭഗവാൻ അത് 1 മാത്രം കൊടുത്തു കഴിഞ്ഞില്ല, കൊടുക്കാൻ പോവുക. 99 കിട്ടിക്കഴിഞ്ഞു. എത്രയാ സന്തോഷിക്കേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചാൽ 100 പ്രാർത്ഥിച്ചാൽ 99 കിട്ടിക്കഴിഞ്ഞു. ഇത്രയും അപാര കരുണാമൂർത്തിയാണല്ലോ ഭഗവാൻ, ഇതെല്ലാം എനിക്ക് തന്നില്ലേ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയല്ല ചെയ്യണത് ദരിദ്രൻ. 1 കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് വളരെ ദുഃഖിച്ചിരിക്കും. ഇതാണ്. അപ്പം അതുകൊണ്ട് ദരിദ്രോയസ്ത്വസന്തുഷ്ട. 99 കിട്ടിയാൽ 99ൻ്റെ ധനവാനല്ല, അതിന് വിവേകമില്ലാത്തവന് 1ൻ്റെ ദരിദ്രൻ. ദരിദ്രോയസ്ത്വസന്തുഷ്ട. അതുപോലെ ആരാ ധനവാൻ? എനിക്ക് എന്ത് അർഹതയുണ്ടോ അത് കിട്ടും, അതിന് വേണ്ടി ഒന്നും ആഗ്രഹിക്കൊന്നും വേണ്ട. എന്തർഹതയുണ്ടോ, അർഹതയില്ലാത്ത ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അർഹതയുള്ളത് ഭഗവാൻ തന്നോളും എന്ന് വിചാരിച്ച് എതിരിച്ഛാലാഭസന്തുഷ്ട. കിട്ടിയതിൽ സന്തോഷിച്ചിരിക്കുന്ന ആൾ, അവനെയാണ് ധനവാൻ. അവർക്ക് വേറെ ഒന്നും വേണ്ട, എന്ത് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർക്കതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ അതിനങ്ങനെ ഉത്തരം പറയും. എന്താണ് നരകം, എന്താണ് സ്വർഗം, ഇങ്ങനെയൊക്കെ എല്ലാ പുരാണങ്ങളിലും നരകം സ്വർഗമൊക്കെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ. എന്താ നരകം എന്ന് ചോദിച്ചപ്പോഴാണ് നരകസ്തമൗന്നാഹ എന്ന് പറഞ്ഞു. തമോ ഗുണം വർദ്ധിച്ചു വന്ന് മനസ്സ് അത്യന്തം അശാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഇതിനാണ് നരകമെന്ന് പറയാം. സത്വഗുണം വർദ്ധിച്ച് ഭഗവാനെ ഉപാസിച്ച് സത്വഗുണം വർദ്ധിച്ച് ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക, അതാണ് വലിയ സന്തോഷം. അതാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ സ്വർഗത്തിലാണ്. അവർക്ക് സ്വർഗമാണോയെന്ന് വെച്ചാൽ വേണ്ട, അവിടെയല്ലേ സുഖം, ഞാനിപ്പോൾ ഇവിടെ സുഖം അനുഭവിക്കുക എന്ന് പറയുന്നവർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോ വാക്കിനും പ്രത്യേകമായിട്ടുള്ള അർത്ഥം. ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു. അതാണ് ഉദ്ധവർക്ക് ഭഗവാൻ വിശേഷമായിട്ട് പറഞ്ഞു കൊടുക്കണേ. അത് വർണ്ണിച്ചു കൊടുത്തു.
ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അതിൻ്റെ അംഗമായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ദക്ഷിണ. ഭഗവാൻ പറഞ്ഞു അത് ദക്ഷിണയാണ്, പക്ഷേ അതിനേക്കാളും വിശേഷമായിട്ടുള്ളത് എന്താ? ദക്ഷിണ ജ്ഞാനസന്ദേശ, അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കൽ. ഇതാണ് ഭഗവാന്റെ കഥ. ആര് പാടുന്നോ, പാടി കേൾപ്പിക്കണതോ? തേ ഭൂരിതാ ജനാഹ, അവരാണ് ഭൂരിതന്മാർ, ധാരാളമായിട്ട് ദാനം ചെയ്യുന്ന ആൾക്കാർ അവരാണെന്ന് പറയും. ഇങ്ങനെ എല്ലാത്തിനും എന്താ ഗൃഹം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം. ഇതാണല്ലോ ഗൃഹം. ഭഗവാൻ പറഞ്ഞു അത് ഗൃഹമാണെങ്കിലും ജീവന് താമസിക്കാനുള്ള ശരീരം ഉണ്ടല്ലോ, ആ ശരീരമാണ് ഗൃഹം. ഗൃഹം ശരീരം മാനുഷ്യം, മനുഷ്യ ശരീരം. എല്ലാ ശരീരത്തിലും ജീവനുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഭഗവത് ഭജനം, ഗുരുസേവ ചെയ്ത് അറിയേണ്ടത് അറിയാൻ മനുഷ്യനെ പറ്റുക. അതുകൊണ്ട് ഗൃഹം ശരീരം മാനുഷ്യം, മനുഷ്യ ശരീരമാണ് വിശേഷമായ ഗൃഹം. അത് തന്നത് അതിലിരുന്ന് ഭഗവാനെ ഭജിക്കാനാണ്. അതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ മഹതി വിനഷ്ടി, വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ്. ഭഗവാൻ എല്ലാ സൗകര്യം ചെയ്ത് ജീവന് മറ്റ് ശരീരത്തിലൊന്നും ഇരിക്കുമ്പോൾ ഭഗവാനെ ഭജിക്കാനോ ശാസ്ത്രങ്ങൾ പഠിക്കാനോ ഒന്നും പറ്റില്ല മറ്റ് ജീവജാലങ്ങൾക്ക്. അതാണ് ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ പുരുഷം വിധായ. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവിന് സന്തോഷമായി, ഈ ജീവന് ഭഗവാനെ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടല്ലോ എന്നാണ്. ഇങ്ങനെ ഓരോ വാക്കിനും ഭഗവാൻ വിശേഷമായിട്ടുള്ള അർത്ഥം. ഇതിൽ പരമായിട്ടുള്ളൊരർത്ഥമില്ല. ഇവിടെ കഴിഞ്ഞാൽ അവസാനിക്കും. ആത്യന്തികമായിട്ടുള്ള അർത്ഥം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ വാക്കിനൊക്കെ അർത്ഥം, ഓരോ വാക്കിൻ്റെ അർത്ഥം ഈശ്വര നിശ്ചയമാണല്ലോ. അസ്യ ശബ്ദസ്യ അയമർത്ഥ, ഒരാളുണ്ടാക്കിയതല്ല, ഈശ്വര സങ്കല്പമാണ് ഓരോ വാക്കുകൾ. ഇങ്ങനെയാണ്. അല്ലാണ്ട് ഓരോ വാക്ക് ആരുണ്ടാക്കി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഈശ്വര സങ്കല്പം എന്നാൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അങ്ങനെ ആ സംശയങ്ങളെല്ലാം തീർത്തു. എന്താണ് ശരിയായിട്ടുള്ള മാർഗം? ഭഗവാനിലേക്കുള്ള മാർഗം, ശരിയായിട്ടുള്ള മാർഗം, മറ്റതൊക്കെ ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നത് എന്നൊക്കെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ ഒരു വാക്കുകൊണ്ട്, ഒരു വാക്യം കൊണ്ടൊക്കെ ഭഗവാൻ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്തു ഉത്തരം പറയും. അപ്പോൾ കഴിഞ്ഞപ്പോഴാണ് ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, 3 മാർഗങ്ങൾ. ആരൊക്കെയാണ് ഈ മാർഗങ്ങളൊക്കെ? എന്തിനായി 3 പറഞ്ഞേക്കണേന്ന് ചോദിച്ചപ്പോൾ വിഷയാസക്തന്മാർക്ക്, കർമാസക്തന്മാർക്ക് കർമ്മയോഗം, ഭഗവാനിൽ മനസ്സ് വച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ ക്രമത്തിൽ അവർക്ക് ആ കർമ്മബന്ധങ്ങളൊക്കെ വിട്ട് മനസ്സിന് ശുദ്ധി വന്ന് ഉയരാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ വിഷയാസക്തിയില്ല, വലിയ കർമ്മത്തിലുള്ള ആസക്തിയില്ല, വലിയ ജ്ഞാനമില്ല. അവർക്കാണ് ഭക്തിയോഗ. ചില പൂർവജന്മത്തെ സുഹൃതം കൊണ്ട് ഉപനിഷത്തുകൾ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കർമ്മ മുടങ്ങി ഈ ശരീരം വിട്ടു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ജീവന് പിന്നെ കിട്ടുന്ന ഒരു ജന്മം വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള വിഷയാസക്തി ഇല്ലാത്ത ഒരു ജീവൻ. അങ്ങനെ ഉള്ള ആൾക്കാണ് ജ്ഞാനയോഗം പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഭക്തിയോഗ. വലിയ കർമാസക്തിയില്ല, വലിയ ജ്ഞാനമില്ലാത്ത സാധാരണക്കാർക്ക് ഭക്തിയുണ്ട്. ഈ ഭക്തി കൊണ്ട് മറ്റെല്ലാം ഏത് മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് എന്തെല്ലാം നേടുന്നുവോ അതൊക്കെ ഈ ഭക്തിമാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാലും കിട്ടും. ഇതിന് ഭക്തിമാർഗത്തിന് മാർഗം മനോജ്ഞം എന്നാണ്. അത് എല്ലാവരും വലിയ കഠിന മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച ആൾക്ക് പോലും, ഋഷിമാർ പോലും ഈ ഭക്തിമാർഗം അവർക്കും ഇഷ്ടമാണ്. അത് അവർക്കും ഇത് ഇഷ്ടമായിട്ടുള്ളതാണ്. അതാണ് ഭക്തിമാർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ അതിൻ്റെയൊക്കെ സ്വഭാവങ്ങളും വർണ്ണിച്ചു കൊടുത്തു. പിന്നെ ഓരോ വസ്തുക്കൾ എങ്ങനെ അശുദ്ധമായിട്ടിരിക്കും, അതിനെങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശേഷ വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിയുമ്പോഴാണ് എത്ര തത്വങ്ങളുണ്ടെന്ന് ചോദിച്ചു. കതി തത്വാനിയും. വലിയ വലിയ ആചാര്യന്മാർ, ഋഷിമാരൊക്കെയാണ്. ഒരാൾ പറയണു 26 ആണെന്ന് പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു 25.
ഒരാൾ 24 പറഞ്ഞു, ഒരാൾ 11, ഒരാൾ 13. കേൾക്കുന്നവർക്ക് സംശയാവില്ലേ? ഋഷിമാർ, വലിയ ആൾക്കാർ, ഇങ്ങനെ ആചാര്യന്മാർ പലതായിട്ട് പറയുമ്പോൾ ഏതാ ഭഗവാനെ ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചു. എല്ലാവരും പറയണത് സത്യമായിട്ടുള്ളതാണ്. അവരവരുടെ അടുക്കെ വന്ന ശിഷ്യന്മാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണോ അത് ഈ രീതിയിൽ പറയണം. ഈ കാര്യതത്വങ്ങളൊക്കെ കാരണതത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞാൽ അത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും. വേർതിരിച്ച് പറയുമ്പോൾ കുറേ അധികം ഉണ്ടെന്ന് പറഞ്ഞു. ചിലർക്ക് അങ്ങനെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. വൃക്ഷം എന്ന 2 അക്ഷരം കൊണ്ട് പറയാം. അതിനെ തന്നെ എത്ര അതിലേലകളുണ്ട്, പൂക്കളുണ്ട്, കായ്കളുണ്ട്, ഇങ്ങനെ പറയാൻ തുടങ്ങിയ എത്ര ആയിരം വരും. അതുപോലെ ആ വാസ്തവത്തിൽ അഹമേവ അസമേവാഗ്രേ, ആദ്യത്തിൽ ഭഗവാൻ മാത്രമേ സദേവ സൗമ്യേതമഗ്രാസീൻ ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ, ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ ആ ഒരേ ഒരു തത്വം, ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഇങ്ങനെ തുടങ്ങി ആ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മഹത്തത്വം ഉണ്ടാകുമ്പോൾ 2ആയി, അത് വീണ്ടും അഹങ്കാരതത്വമാകുമ്പോൾ വീണ്ടും തത്വം കൂടി, അത് 3ആയിട്ട് തിരിഞ്ഞപ്പോൾ വീണ്ടും കൂടി, അതിൽ നിന്ന് ഓരോ ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ഉണ്ടായിപ്പോൾ കൂടുതലായി. അപ്പം അങ്ങനെ ആത്യന്തികമായിട്ട് പോയി നോക്കിയാൽ ആ ഒരേ ഒരു തത്വമുള്ളതെന്ന് മനുഷ്യന് ബോധ്യം വരും എന്ന് പറഞ്ഞ് ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തു. അപ്പോൾ കാരണകാര്യതത്വങ്ങളെ വേർതിരിച്ച് പറയുമ്പോൾ അധികമുണ്ടെന്ന് തോന്നുന്നു. അതിനെ കാരണതത്വത്തിലെ കാര്യതത്വങ്ങളെ ഉൾക്കൊള്ളിച്ച് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ തോന്നുന്നു. ഈ പലതരത്തിൽ പറയാൻ കാരണം ഓരോ ഗുരുവിൻ്റെയും മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരുടെ ബുദ്ധിയുടെ ശക്തി അനുസരിച്ചാണ്. വലിയ ബുദ്ധിമാന്മാരൊക്കെ ഒറ്റ പ്രാവശ്യം പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ മതി, വേഗം കാര്യം മനസ്സിലാവും. മറ്റവർക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും, പല വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ അധികമായിട്ട് തോന്നുന്നതാണ്. എല്ലാവരും പറയണത് ശരിയാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിയുമ്പോൾ ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാന്. അറിയേണ്ടത് ആദ്യമൊക്കെ ചോദിക്കും, ആ പുരാണത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കണോ, ഈ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണോ, എന്തങ്ങനെ? അതാണ് പുരാണൈശ്വഭ്രമാവഹൈ എന്ന് പറയും. അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും അറിയേണ്ടത് അറിഞ്ഞു കഴിയുമ്പോൾ പരസ്പരം വിരോധമില്ല. വേദത്തിൽ തന്നെ അനേക വാക്യങ്ങൾ പരസ്പരം യോജിക്കാത്തൊക്കെ എന്ന് തോന്നും നമുക്ക്. അത് വേദാന്ത സൂത്രത്തിൽ ഒരധ്യായം മുഴുവൻ അവിരോധം എന്ന് പേര്. എല്ലാ വാക്യങ്ങളും ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, അതിലാണ് പര്യവസാനിക്കുന്നത് എന്ന് കാണിക്കാൻ സംശയം വരുന്ന അനേക വേദവാക്യങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇതുപോലെ വേണം മറ്റു വാക്യങ്ങളെയും നമ്മൾ സമീപിക്കാൻ. എന്നാൽ എല്ലാം ബ്രഹ്മത്തിലാണ് എത്തിച്ചേരുന്നത്. ഏകമേവ, ഏകം ആയിട്ടുള്ള അദ്വിതീയമായ ബ്രഹ്മത്തിലാണെന്ന് ബോധം വരും എന്ന് പറയാൻ ഒരധ്യായം, അവിരോധം എന്നൊരധ്യായം, സമന്വയം എന്നൊരധ്യായം, അവിരോധം എന്നൊരധ്യായം, ഇങ്ങനെയൊക്കെയാണ് വേദാന്ത സൂത്രങ്ങളിൽ. അപ്പം അതുകൊണ്ട് എല്ലാവരും പറയണത് ഒന്ന് തന്നെയാണ് എന്ന് ആ സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്ത് പ്രകൃതി പുരുഷന്മാരെയൊക്കെ കുറിച്ച് പറഞ്ഞ് സാഖ്യയോഗം അത് വേണ്ട പോലെ മനസ്സിലാക്കിയാലും ഒരേ ഒരു തത്വമുള്ളതെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഈശ്വരപ്രധാനമായിട്ടുള്ള സൈശ്വര സാഖ്യം, നിരീശ്വര സാഖ്യം, സൈശ്വര സാഖ്യം എന്ന് 2 ഉണ്ട്. അതിൽ ആ സൈശ്വര സാഖ്യത്തെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ത്രിഗുണങ്ങളെക്കുറിച്ച്, സത്വഗുണത്തിൻ്റെ സ്വഭാവം, രജോ ഗുണത്തിൻ്റെ, തമോ ഗുണത്തിൻ്റെ, അതിലേതിനെയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ആത്മജ്ഞാനം ഉണ്ടാവുക, ആ മുക്തിയാണല്ലോ ഈ സ്കന്ധത്തിലെ വിഷയം. എല്ലാ ജ്ഞാനത്തിൽ നിന്നും മുക്തി കിട്ടുക എങ്ങനെയാണ്, ഇതൊക്കെ പറയും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുരൂരവസ്യൻ്റെ ചരിത്രം പിന്നീട് വർണ്ണിക്കും. അതേവരെയുള്ള ഭാഗമാണ് ഇന്ന് വായിച്ച് നിർത്തിയേക്കുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. 11 ദിവസമായിട്ട് പല ആചാര്യന്മാരുടെ മുഖത്തുനിന്ന് ഓരോ ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. പലതും നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കേണ്ട ഇതിൽ നിന്ന്. ഇതൊക്കെ ഒരു സംസ്കാരമായിട്ട് മാറും നമ്മുടെ
കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അത് ഉപകാരമായിട്ട് തീരും. നാളെ ഉച്ചയോടുകൂടി ഇത് സമർപ്പിക്കുകയാണ് ഈ വർഷത്തെ ഈ വലിയ സത്രം. ജന്മാന്തരേ ഭവേൽ പുണ്യം, പൂർവജന്മ സുഹൃതം കൊണ്ട് ഭാഗവതം കിട്ടുന്നു. എത്രയോ ദൂരെയുള്ള ആൾക്ക് പോലും ഒരല്പസമയമെങ്കിലും ഇതൊക്കെ കേൾക്കാൻ കഴിയണം. അതുകൊണ്ട് മനസ്സിലാക്കാം ജന്മാന്തര പുണ്യമാണെന്ന്. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഇനി വർണ്ണിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് നാളെ പതിപോലെ സഹസ്രനാമം, മറ്റ് ഭുജംഗപ്രയാതാദി കീർത്തനങ്ങൾ, അങ്ങനെ പാരായണം, പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ ഉച്ചവരെ ഇത് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ഭക്തന്മാർക്കും അതിലെല്ലാം പങ്കെടുക്കാം. എല്ലാവർക്കും എല്ലാ നന്മയും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിലൊരു പുഷ്പാഞ്ജലി പോലെ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.